ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ അഥ ദ്വിഷഷ്ടിതമോऽധ്യായः. രാജോവാച ബാണസ്യ തനയാമുഷാമുപയേ മേ യദുത്തമഃ തത്ര യുദ്ധമഭൂത് ഘോരം ഹരിശങ്കരയോർമഹത്. ഏതത്സർവം മഹായോഗിൻ സമാഖ്യാതും ത്വമർഹസി. ശ്രീശുക ഉവാച ബാണപുത്രശതജ്യേഷ്ഠോ ബലേരാസീന്മഹാത്മനഃ യേന വാമനരൂപായ ഹരയേദായ മേദിനി. തസ്യൗരസ സുതോ ബാണ ശിവഭക്തിരഥഃ സദാ മാന്യോ വദാന്യോ ധീമാംശ്ച സത്യസന്ധോ ദൃഢവ്രതഃ. ശോണിതാഖ്യേ പുരേ രമ്യേ स राज्यमकरोत्पुरा. तस्य शम्भो प्रसादेन किङ्करा इव ते मराः. सहस्रबाहुर्वाद्येन ताण्डवे तोषयन् मृडम्. भगवान् सर्वभूतेश शरण्यो भक्तवत्सलः वरेण छन्दयामास सतं वव्रे पुराधिपम्. स एकदाह गिरिशं पार्श्वस्थं वीर्यदुर्मदः किरीटेनार्कवर्णेन संस्पृशं तत्पदाम्बुजं. नमस्ये त्वां महादेव लोकानां गुरुमीश्वरं पुंसामपूर्णकामानां कामपूरामराङ्घ्रिपम्. दो सहस्रं त्वया दत्तं परं भाराय मे भवद. त्रिलोक्यां प्रदियोद्धारं न लभे त्वदृते समम्. कण्डूत्या निभृतैर्दोर्भिर्युयुल्सुर्दिग्गजानहम् आद्यायां चूर्णयन्नद्रीन् भीदास्तेभिः प्रदुद्रुवुः. तच्छ्रुत्वा भगवान् क्रुद्ध केतुस्ते भज्यते यदा त्वद्दर्पघ्नं भवेन्मूढ संयुगं मत्समेन ते. इत्युक्ता कुमतिर्हृष्टा स्वगृहं प्राविशन् नृप. प्रदीक्षन् गिरिशादेशं स्ववीर्यनशनं कुधिः. तस्योषा नाम दुहिता स्वप्ने प्राद्युम्निना रतिं. कन्यालभदकान्तेन प्रागदृष्टश्रुतेन सा. सा तत्र तमपश्यन्ति क्वासि कान्ते दिवादिनी. सखीनां मध्य उत्तस्थौ विह्वला व्रीडिता भृशं. बाणस्य मन्त्री कुम्भाण्डश्चित्रलेखा च तत्सुधा. सख्यभृच्छद् सखीमूषां कौतूहलसमन्विता. कं त्वं मृगयसे शुभ्रो कीदृशस्ते मनोरथः. हस्तग्राहं न तेद्यापि राजपुत्र्युपलक्षये. ऊषोवाचां दृष्टः कश्चिन्नरस्वप्ने श्यामः कमललोचनः. पीतवासा बृहद्बाहुर्योषितां हृदयङ्गमः. तमहं मृगये कान्तं पाययित्वाधरं मधु. क्वापि याद स्पृहयदीं क्षिप्त्वा मां वृजिनार्णवे. चित्रलेखोवाच व्यसनं ते बकर्षामि त्रिलोक्यां यदि भाव्यते. तमानेष्ये नरं यस्ते मनोहर्ता तमादिश. इत्युक्त्वा देवगन्धर्वसिद्धचारणपन्नगान् दैत्यविद्याधरान् यक्षान् मनुजांश्च यथा लिखद्. मनुजेषु च सा वृष्णीन् शूरमानगदुन्दुभिं व्यलिखद् रामकृष्णौ च प्रद्युम्नं वीक्ष्य लज्जिता
അനിരുദ്ധം വിലിഖിതം വീക്ഷ്യോഷാ വാങ്മുഖീ ഹ്രിയാ സോസാവസാവിധി പ്രാഹ സ്മയമാന മഹീപദേ. ചിത്രലേഖാ തമാജ്ഞായ പൗത്രം കൃഷ്ണസ്യ യോഗിനി യയൗ വിഹായ സാ രാജൻ ദ്വാരകാം കൃഷ്ണപാലിതാം. തത്ര സുപ്തം സുപര്യംഗേ പ്രാദ്യുമ്നിം യോഗമാസ്ഥിതാ. ഗൃഹീത്വാ ശോണിതപുരം സഖ്യൈ പ്രിയമദർശയത്. സാ ച തം സുന്ദരവരം വിലോക്യ മുദിതാനനാ. ദുഷ്പ്രേക്ഷ്യെ സ്വഗൃഹേ പുംഭി രേമേ പ്രാദ്യുമ്നിനാ സമം. പരാർത്ഥ്യവാസസ്രഗന്ധധൂപദീപാസനാദിഭിഃ പാനഭോജനഭക്ഷ്യൈശ്ച വാക്യൈ ശുശ്രൂഷയാർച്ചിതാ. ഗൂഢകന്യാപുരേ ശശ്വത് പ്രവൃദ്ധസ്നേഹയാ തയാ. നാഹർഗണാൻ സബുബുധേ ഊഷയാ ബഹൃദേന്ദ്രിയഃ. താം തഥാ യദുവീരേണ ഭുജ്യമാനാം ഹതവ്രതാം ഹേതുഭിർലക്ഷയാൻ ചക്രുരാ പ്രീതാം ദുരവച്ഛദൈഃ. ഭടാ ആവേദയാൻ ചക്രു രാജംസ്തേ ദുഹിതുർവയം. വിചേഷ്ടിതം ലക്ഷയാമ കന്യായാ കുലദൂഷണം. അനബായിഭിരസ്മാഭിർഗുപ്തായാശ്ച ഗൃഹേ പ്രഭോ. കന്യായാ ദൂഷണം പുംഭിർദുഷ്പ്രേക്ഷായ ന വിദ്മഹേ. തദ പ്രവ്യഥിതോ ബാണോ ദുഹിതു ശ്രുതദൂഷണഃ. ത്വരിത കന്യകാഗാരം പ്രാപ്തോദ്രാക്ഷേത് യദുദ്വഹം. കാമാത്മജം തം ഭുവനൈകസുന്ദരം ശ്യാമം പിശങ്കാംബരമംബുജക്ഷണം. ബൃഹദ്ഭുജം കുണ്ടലകുന്തളത്വിഷാ സ്മിതാവലോകേന ച മണ്ഡിതാനനം. ദിവ്യന്തമക്ഷൈ പ്രയയാഭിനൃമ്ണയാ തദംഗസംഗസ്തനകുങ്കുമസ്രജം. ബാഹ്വോർദധാനം മധുമല്ലികാശ്രിതാം തസ്യാഗ്ര ആസീനമവേക്ഷ്യ വിസ്മിതഃ. സതം പ്രവിഷ്ടം വൃതമാദദായിഭിർഭടൈരനീകൈരവലോക്യ മാധവഃ. ഉദ്യമ്യമൗർവം പരിഘം വ്യവസ്ഥിതോ യഥാന്തകോ ദണ്ഡധരോ ജിഘാംസയാ. ജിഘൃക്ഷയാ താൻ പരിതപ്രസർപ്പദ. ശുനോ യഥാ സൂകരയോഥബോഹനദ്. തേ ഹന്യമാനാ ഭവനാദ് വിനിർഗതാ. നിർഭിന്നമൂർധോരുഭുജാ പ്രദുദ്രുവു. തം നാഗപാശൈർബലിനന്ദനോ ബലി. ഘ്നന്ദം സ്വസൈന്യം കുപിതോ ബബന്ധഃ. ഊഷാഭൃശം ശോകവിഷാദവിഹ്വലാ. ബദ്ധം നിശമ്യാശ്രുകലാക്ഷ്യരൗ ദിശേത്. ഇതേ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ അനിരുദ്ധബന്ധോ നാമ 62-തമോऽധ്യായः. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോऽസ്മ്യഹം. കൃഷ്ണേ ഭക്തിരജഞ്ജലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം. പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശമസ്കന്ധം 62-ാമത്തെ അധ്യായമാണ് പറയണത്. ഉഷയോടുകൂടി ക്രീഡിച്ചു കൊണ്ടിരിക്കുന്ന അനിരുദ്ധനെ ബാണൻ ബന്ധിച്ചു എന്ന് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നു. പരീക്ഷിത്ത് ചോദിക്കുകയാണ്, യാദവശ്രേഷ്ഠനായിട്ടുള്ള അനിരുദ്ധൻ
ബാണാസുരൻ്റെ പുത്രിയായിട്ടുള്ള ഉഷയെ വിവാഹം ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഭഗവാനും ശ്രീപരമേശ്വരനും തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി എന്നും കേട്ടിട്ടുണ്ട്. ആ കഥയൊക്കെ ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശ്രീ ശുബ്രഹ്മർഷി പറയാണ്, മഹാത്മാവായിട്ടുള്ള മഹാബലിയുടെ 100 പുത്രന്മാരിൽ വെച്ച് ജ്യേഷ്ഠപുത്രനായിരുന്നു ബാണാസുരൻ. ഭൂമി മുഴുവൻ ഭഗവാന് ദാനം ചെയ്തിട്ടുള്ള ആ മഹാബലിയുടെ ജ്യേഷ്ഠപുത്രനായിട്ടുള്ള ബാണൻ സദാ ശിവഭക്തി തൽപരനും മാന്യനും ദാനശീലനും ബുദ്ധിമാനും സത്യനിഷ്ഠനും ദൃഢവ്രതനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുരം ശോണിതം എന്ന് പ്രസിദ്ധമാണ്. ശ്രീപരമേശ്വരൻ്റെ പ്രസാദം കൊണ്ട് ദേവന്മാർ പോലും അദ്ദേഹത്തിന് കിങ്കരന്മാരായിട്ട് ഭവിച്ചു. ശ്രീപരമേശ്വരൻ സന്തോഷിച്ചിട്ട് അദ്ദേഹത്തിന് 1000 കൈകൾ ദാനം ചെയ്തു. ആ കൈകൾ കൊണ്ട് അദ്ദേഹം വാദ്യങ്ങളൊക്കെ മുഴക്കി മഹാദേവനെ സന്തോഷിപ്പിച്ചു. സർവഭൂതേശ്വരനും ഭക്തവത്സലനുമായിട്ടുള്ള ശ്രീപരമേശ്വരൻ അഭീഷ്ടവരം ചോദിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ആ മഹാദേവനെ തൻ്റെ പുരത്തിൻ്റെ പാലകനായിട്ട് ബാണൻ വരിച്ചു. വീര്യം കൊണ്ട് അഹങ്കാരമത്തനായിത്തീർന്ന അദ്ദേഹം ശ്രീരുദ്രൻ്റെ പാദകമലങ്ങളിൽ വീണ് വന്ദിച്ചുകൊണ്ട് പറയാണ്, നമസ്യേ ത്വം മഹാദേവ ലോകാനാം ഗുരുമീശ്വരം പുംസാമപൂർണകാമാനാം കാമപൂരാമരാഘ്രിപം. ഹേ ഭഗവാനെ, ലോകങ്ങൾക്കെല്ലാം പരമഗുരുവും സർവേശ്വരനും സകാമന്മാർക്ക് സർവ അഭീഷ്ടങ്ങളും കൊടുക്കുന്ന കൽപ്പവൃക്ഷമായിട്ടുള്ള അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാൻ ദാനം ചെയ്ത ഈ 1000 കൈകൾ എനിക്കിപ്പോൾ ഭാരമായിട്ട് തീർന്നു. അവിടുന്ന് ഒഴിച്ച് ഈ ത്രൈലോക്യത്തിൽ എനിക്ക് തുല്യനായിട്ട് യുദ്ധം ചെയ്യാൻ ഒരാളെയും കിട്ടണില്ല. യുദ്ധം ചെയ്യാനുള്ള വല്ലാത്ത ജിജ്ഞാസ കൊണ്ട് ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് പർവ്വതങ്ങളെയൊക്കെ പൊടിച്ചു. യുദ്ധം ആഗ്രഹിച്ച് ദിഗ്ഗജങ്ങളെ സമീപിച്ചപ്പോൾ അവ ഭയപ്പെട്ട് ഓടി. ഇത് കേട്ടപ്പോൾ ശ്രീരുദ്രന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, എപ്പോഴാണോ നിൻ്റെ കൊടിമരം പൊട്ടണത് അപ്പോൾ എനിക്ക് തുല്യനായിട്ടുള്ള ഒരാളോടുകൂടി നിൻ്റെ അഹങ്കാരം നശിപ്പിക്കത്തക്കതായിട്ടുള്ള യുദ്ധം ഉണ്ടാവും. ഇത് കേട്ടപ്പോൾ ബാണന് സന്തോഷമായി. അദ്ദേഹം തിരിച്ച് സ്വഗൃഹത്തിലേക്ക് പോയി. ഈ കൊടിമരം എന്നാണോ പൊട്ടുന്നത് എന്ന് നോക്കിയും കൊണ്ട് അദ്ദേഹം കാത്തിരുന്നു. ഈ ശ്രീപരമേശ്വരൻ പറഞ്ഞിട്ടുള്ള ആ യുദ്ധത്തിനുള്ള കാരണമാണ് പിന്നെ പറയണത്. ബാണന് ഉഷ എന്ന പുത്രി ഉണ്ടായിരുന്നു. അവളൊരിക്കൽ സ്വപ്നത്തിൽ മുമ്പ് കാണുകയോ കേൾക്കുകയൊന്നും ചെയ്യാത്ത അതിമോഹന സ്വരൂപനായ ഒരാളോടുകൂടി രമിച്ചു. പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് അദ്ദേഹത്തിനെ കാണാണ്ടായപ്പോൾ, ഹേ കാന്ത, അവിടുന്ന് എവിടെയാണ് പോയത് എന്ന് പറഞ്ഞും കൊണ്ട് അവൾ ദുഃഖിതയായിട്ട് ഉണർന്നു. അപ്പോൾ സഖിമാരിത് കണ്ടിട്ട് സഖിമാരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ഉണ്ടായപ്പോൾ അവൾക്ക് അത് വളരെ ലജ്ജ തോന്നി. കുംഭാണ്ഡനായിരുന്നു ബാണൻ്റെ മന്ത്രി. അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് ഉഷയുടെ സഖിയായിട്ടുള്ള ചിത്രലേഖ. അവളിത് കണ്ടപ്പോൾ ഉഷയോട് ചോദിക്കുകയാണ്, ഹേ സുന്ദരി, ഭവതി ആരെയാണ് അന്വേഷിക്കുന്നത്? ഭവതിയുടെ മനസ്സിൽ എന്താണുള്ളത്? ഭവതിക്ക് ഇതുവരെ ഒരു ഭർത്താവിനെ ഉള്ളതായിട്ട് എനിക്ക് അറിയണില്ല. അപ്പോൾ ഉഷ പറഞ്ഞു, നീലമേഘശ്യാമളനും ചെന്താമരാക്ഷനും പീതാംബരധരനും ആജാനുബാഹുവും സ്ത്രീകളുടെ മനസ്സിനെ ഹരിക്കുന്നവനുമായിട്ടുള്ളൊരു മനോഹര പുരുഷൻ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അദ്ദേഹം എന്നെ അധരാമൃതം പാനം ചെയ്യിപ്പിച്ച് അതിൽ തൃപ്തി വരാത്ത എന്നെ ദുഃഖാർണവത്തിലിട്ട് എവിടേക്കോ പോയി കളഞ്ഞു. ആ കാന്തനെയാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ചിത്രലേഖ പറഞ്ഞു, ഭവതി വ്യസനിക്കേണ്ട, എവിടെയാണ് ത്രിലോകത്തിൽ എവിടെയുണ്ടെങ്കിലും ഞാൻ കൊണ്ടുവന്നു തരാം. ഈ മനസ്സിനെ ഹരിച്ച ആൾ ആരാണെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ചിത്രലേഖ ഓരോരുത്തരുടെയായിട്ട് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അവൾ ദേവന്മാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, പന്നകങ്ങൾ, അസുരന്മാർ, വിദ്യാധരന്മാർ, യക്ഷന്മാർ, മനുഷ്യർ, ഇങ്ങനെ എല്ലാവരുടെയും ചിത്രങ്ങൾ യഥാവിധി എഴുതി. അതിൽ മനുഷ്യരുടെ ചിത്രം വരച്ചപ്പോൾ വൃഷ്ണികുലജാതരായിട്ടുള്ള പലരെയും, ശൂരനെയും വസുദേവരെയും രാമകൃഷ്ണന്മാരെയും പ്രദ്യുമ്നെയും എഴുതി. പ്രദ്യുമ്നെ കണ്ടപ്പോൾ ഉഷ കാന്ത സാദൃശ്യം കൊണ്ട് ലജ്ജിതയായി തീർന്നു. അപ്പോൾ ചിത്രലേഖ അനിരുദ്ധൻ്റെ ചിത്രം വരച്ചു. അപ്പോൾ ഉഷ പറഞ്ഞു, ഇതാണ് അദ്ദേഹം എന്ന് പറഞ്ഞു.
ഈ ചിത്രലേഖയ്ക്ക് യോഗസിദ്ധി ഉണ്ട്. അവൾ ദ്വാരകയിലേക്ക് ആകാശത്തിലൂടെ പോയിട്ട് ഇത് ഭഗവാന്റെ പൗത്രനാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഉറങ്ങിക്കിടന്ന അനിരുദ്ധനെ ശോണിതപുരത്തിലേക്ക് കൊണ്ടുവന്ന് ഉഷയുടെ മുമ്പിൽ കൊണ്ടുകൊടുത്തു. അനിരുദ്ധനെ കണ്ടപ്പോൾ ഉഷയ്ക്ക് വളരെ സന്തോഷമായി. പുരുഷന്മാർക്കൊരിക്കലും കാണാൻ കഴിയാത്ത തൻ്റെ അന്തഃപുരത്തിൽ അനിരുദ്ധനോടുകൂടി അവൾ രമിച്ചു. പല പട്ടുവസ്ത്രങ്ങൾ, മാലകൾ, കുറിക്കൂട്ടുകൾ, ധൂപദീപങ്ങൾ, ആസനം ഇവ കൊണ്ടും പാനം, ഭോജനം മുതലായിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടും സുമധുരവാക്യങ്ങൾ കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ആരാധിതനായിട്ട് അന്തഃപുരത്തിൽ ഗൂഢനായിട്ട് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹത്തോടു കൂടിയ ഉഷയാൽ അപഹൃതേന്ദ്രിയനായിട്ട് ദിവസങ്ങൾ പോയതൊന്നും അറിഞ്ഞില്ല. ഒരിക്കൽ ബാണൻ്റെ ഭടന്മാർ ഉഷയെ കണ്ടപ്പോൾ അവളുടെ കന്യകാവ്രതത്തിന് ഭംഗം പറ്റിയെന്നും സന്തുഷ്ടയായിട്ടുള്ള അവളെ മറയ്ക്കാൻ കഴിയാത്ത ഗർഭചിഹ്നങ്ങളോടും കൂടിയിട്ട് അവർ കണ്ടു. ഇത് കണ്ടപ്പോൾ ഈ ഉഷയുടെ ചേഷ്ട കുലത്തെ മുഴുവൻ ദുഷിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ട് അവർ ചെന്ന് ബാണനോട് വിവരം പറഞ്ഞു. ഒരു നിമിഷം പോലും വിട്ടുപോവാതെ ഞങ്ങൾ ആ ഗൃഹം സംരക്ഷിക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് കാണാൻ പോലും കഴിയാത്തവളായിട്ടുള്ള അങ്ങയുടെ പുത്രിക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു ദൂഷണം വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബാണന് വളരെ വിഷമായി. വേഗം പുത്രിയുടെ ഗൃഹത്തിൽ ചെന്നപ്പോൾ കാമാത്മജം തം ഭുവനൈകസുന്ദരം ശ്യാമം പിശങ്കാംബരമംബുജക്ഷണം ബൃഹദ്ഭുജം കുണ്ടലകുന്തളത്യുഷാ സ്മിതാവലോകേന ച മണ്ഡിതാനനം. പ്രദ്യുമ്നപുത്രനും ലോകൈകമോഹനനും നീലമേഘശ്യാമളനും പീതാംബരാലങ്കൃതനും ചിന്താമ്രാക്ഷനും ആജാനുബാഹുവും കുണ്ടലങ്ങളുടെയും കുന്തളത്തിൻ്റെയും കാന്തിയാലും മന്ദഹാസസുന്ദരമായ കടാക്ഷത്താലും അലങ്കരിക്കപ്പെട്ട മുഖത്തോടു കൂടിയവനുമായിട്ടുള്ള അനിരുദ്ധനെ അവിടെ കണ്ടു. സർവമംഗളയായിട്ടുള്ള പ്രിയയോടുകൂടി ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്നവനും അംഗസംഗത്താൽ ഉഷയുടെ സ്തനങ്ങളിൽ ധരിച്ചിരിക്കുന്ന കുങ്കുമം പറ്റിയതും വസന്തകാലത്തെ പുഷ്പങ്ങളുള്ളതുമായിട്ടുള്ള മാല വക്ഷസിൽ ധരിച്ചവനുമായിട്ടുള്ള അനിരുദ്ധനെ ഉഷയുടെ അടുത്തിരിക്കുന്നതായിട്ട് കണ്ടപ്പോൾ ബാണാസുരന് വളരെ ആശ്ചര്യമായി. അസ്ത്രധാരികളായിട്ടുള്ള ഭടന്മാരോടും സേനകളോടും കൂടി അവിടെ വന്ന ബാണാസുരനെ കണ്ടപ്പോൾ അനിരുദ്ധൻ വേഗം ഉരുക്കുകൊണ്ട് നിർമ്മിച്ച തൻ്റെ പരിഘമെടുത്ത് അവരെ ഹനിക്കാനായിട്ട് നിന്നു. തന്നെ പിടിക്കാനായിട്ട് ഓടുന്ന അവരെയൊക്കെ പ്രഹരിച്ചു. അവരുടെ ശിരസ്സും തുടയും കൈകളൊക്കെ പൊളിഞ്ഞു. അവർ ഗൃഹത്തിൽ നിന്നും പുറത്തേക്ക് ഓടി. തൻ്റെ സൈന്യമൊക്കെ നശിച്ചു പോയത് കണ്ടപ്പോൾ ബാണൻ അനിരുദ്ധനെ നാഗപാശങ്ങൾ കൊണ്ട് ബന്ധിച്ചു. അനിരുദ്ധനെ ബദ്ധനായിട്ട് കണ്ടപ്പോൾ വല്ലാതെ വിഷമിച്ചിട്ട് ഉഷ ഉറക്കെ കരയാൻ തുടങ്ങി. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം സമർപ്പിക്കുന്നത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.